Hello. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്നും ഏത് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എക്സിബിറ്റ് ചെയ്യുന്നത്, റൊട്ടേറ്റിംഗ് മോളിക്യൂൾസ് ആണെന്ന് പറഞ്ഞു. ടൈപ്പ് ഓഫ് റൊട്ടേറ്റിംഗ് മോളിക്യൂൾസ് നമ്മൾ നോക്കി, ഏതൊക്കെ ടൈപ്പ് മോളിക്യൂൾസ് ആണ് ഇത് എക്സിബിറ്റ് ചെയ്യാൻ നോക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സ്പെസിഫിക് കേസ് റിജിഡ് റൊട്ടേറ്റർ പറഞ്ഞ സ്പെസിഫിക് കേസ് എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. റിജിഡ് റൊട്ടേറ്ററിൻ്റെ എനർജി കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ലാസ്റ്റ് കിട്ടിയത് EJ is equal to h cross square by 2 into j into j plus 1 ആണ് എന്ത് കിട്ടിയത്, അതിൻ്റെ എനർജി കിട്ടിയത്. നമുക്ക് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് കിട്ടിയ റിജിഡ് റൊട്ടേറ്ററിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EJ is equal to h cross square divided by 2i into j plus 1. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി, j into j plus 1. പക്ഷേ സാധാരണ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ എനർജിനെ എപ്പോഴും എന്തിൽ എക്സിബിറ്റ് ചെയ്യുക, അല്ല എന്തിൽ എക്സ്പ്രസ് ചെയ്യുക, നമ്മൾ വേവ് നമ്പറിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഒന്നുകൂടി കൺവീനിയൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ എപ്പോഴും വേവ് നമ്പറാണ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുക. വേവ് നമ്പറിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ്. വേവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ് നമ്മൾ ആപ്സിലോൺ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക, ആപ്സിലോൺ ജെയിൽ റെപ്രസെൻറ്റ് ചെയ്യുക. വേവ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ 1/λ ആണ്. ഓക്കെ, നൗ നമുക്കറിയാം മ്യൂ ഇൻറ്റു ലാംഡ ചെയ്ത് കഴിഞ്ഞാൽ സി നമുക്ക് കിട്ടും. ഓക്കെ, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. ലാംഡ ഇസ് ഈക്വൽ എന്ന് കൊടുക്കാം, സി ബൈ മ്യൂ കൊടുക്കാം, ഓർ 1/λ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ബൈ സി കൊടുക്കാം. ഈ 1/λ പകരം മ്യൂ ബൈ സി കൊടുക്കാം. മ്യൂ ബൈ സി കൊടുക്കാം. മുകളിലും താഴത്തിൽ എച്ച് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എച്ച് മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സി കൊടുക്കാം. എച്ച് മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഇ ആണ്. ഇ ഡിവൈഡഡ് ബൈ എച്ച് സി. ഈ എനർജിക്ക് പകരം നമ്മളെ റിജിഡ് ഡയറ്റമിക് മോളിക്യൂളിൻ്റെ എനർജി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു h cross square divided by 2i into hc into j into j plus 1. Okay, now h cross പറഞ്ഞു കഴിഞ്ഞാൽ h by 2pi അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ h by 2pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ h square divided by 2pi the whole square, പിന്നെ ഒരു 2i ഉണ്ട്, hc ഉണ്ട്, ഇൻറ്റു j plus 1 വരും. നൗ എച്ചും h സ്ക്വയർക്ക് എച്ചും ക്യാൻസൽ ചെയ്ത് പോയി. നൗ എന്ത് വരും, ഇവിടെ 2 സ്ക്വയർ 4 വരും, 4 into 8 വരും അല്ലേ. ഇറ്റ് വിൽ ബി ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ 8 പൈ സ്ക്വയർ ഐ സി ഇൻറ്റു j പ്ലസ് 1 ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത് എനർജി. അപ്പോൾ വേവ് നമ്പറിൽ നമ്മൾ എനർജിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വേവ് നമ്പറിൽ നമ്മൾ എനർജിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ആപ്സിലോൺ ജെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, എച്ച് ഡിവൈഡഡ് ബൈ 8 പൈ സ്ക്വയർ ഐ സി ഇൻറ്റു ജെ പ്ലസ് 1 ആണ് എന്ത് ചെയ്യുക നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇതിൽ ഈ എച്ച് ബൈ ഡിവൈഡഡ് ബൈ 8 പൈ സ്ക്വയർ ഐ സിനെ നമ്മൾ എന്താ പ്രസൻറ്റ് ചെയ്യാറുണ്ട്, സാധാരണ ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. വേർ ബി ഈസ് ദ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് കേട്ടോ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ബി ഈസ് ഈക്വൽ ടു റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 8 പൈ സ്ക്വയർ ഐ സി. ഓക്കെ, ദെർഫോർ എപ്സിലോൺ ജെ ഒക്കെ നമുക്ക് കൊടുക്കാം. എപ്സിലോൺ ജെ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ജെ പ്ലസ് 1. ഓക്കെ, എപ്സിലോൺ ജെ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ജെ പ്ലസ് 1. വേർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷണൽ എനർജിയാണ്. ബിയുടെ യൂണിറ്റ് സാധാരണ വരാറ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് ബിയുടെ സാധാരണ യൂണിറ്റ് വരാറ്. ഓക്കെ, വേവ് നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ റിജിഡ് ഡയറ്റമിക് മോളിക്യൂളിൻ്റെ നമ്മൾ എനർജി എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബി ഇൻറ്റു ജെ പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് എനർജിയുടെ കാര്യത്തിൽ തീരുമാനം ഓരോ ലെവലിൻ്റെ ഓരോ ജെ ലെവൽ ഓരോ റൊട്ടേഷണൽ എനർജി ലെവലിൻ്റെയും എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. ഈ ജെക്ക് ഓരോ വാല്യൂസ് കൊടുത്താൽ മതി. ഇപ്പോൾ 0th ലെവലാണെങ്കിൽ ജെക്ക് 0 കൊടുക്കുക, ഫസ്റ്റ് ലെവലാണെങ്കിൽ ജെക്ക് 1 കൊടുക്കുക. അങ്ങനെ ഓരോ ലെവലിനും ജെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടും, ആ വാല്യൂ ആ ലെവലിൻ്റെ എനർജി കിട്ടും. അപ്പോൾ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ എനർജി ലെവൽ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓരോ ലെവൽ വരച്ച് നോക്കാം. ഓക്കെ, സപ്പോസ് ഇത് ജെ ഈസ് ഈക്വൽ ടു 0 ലെവലാണ് വിചാരിക്കുക. ഓക്കെ, ജെ ഈസ് ഈക്വൽ ടു 0 ലെവലാണ്. അപ്പോൾ ഈ ജെ ഈസ് ഈക്വൽ ടു 0 ലെവലിൻ്റെ എനർജി എന്ത് വരും, ജെക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. എനർജി ആപ്സിലോൺ ജെ ഈസ് ഈക്വൽ ടു 0 വരും. ഓക്കെ, ജെ ഈക്വൽ ടു 1 കൊടുത്തു വിചാരിക്കുക. ജെ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ സംഭവിക്കും, ജെ ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 പ്ലസ് 2 വരും. 2b വരും അല്ലേ. എപ്സിലോൺ ജെ ഈസ് ഈക്വൽ ടു 2b വരും. ജെക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 പ്ലസ് 1 എന്ത് വരും, 6b വരും അല്ലേ. എപ്സിലോൺ ജെ ഈസ് ഈക്വൽ ടു 6b
അങ്ങനെ അങ്ങനെ പോവാം. ഇപ്പോൾ ജെ ഈക്വൽ 3 കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടുന്നത് എപ്സിലോൺ ജെ ഇസ് ഈക്വൽ ടു 12b. ഓക്കെ, സോ ഈ സാധനത്തിന് ഈ ലെവലിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ എനർജി ലെവൽസ്. നമ്മൾ മുന്നേ എക്സ്പ്രസ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ എനർജി കൊടുത്തിട്ട് എന്ത് ചെയ്തു, കറക്റ്റായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, ഇതിനാണ് നമ്മൾ റൊട്ടേഷണൽ എനർജി ലെവൽ എന്ന് പറയാം. ഓക്കെ, ഇനി എപ്പോഴാണ് നമുക്ക് റൊട്ടേഷണൽ എനർജി സ്പെക്ട്രം നമുക്ക് കിട്ടുക, എപ്പോഴാണ് നമുക്ക് സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക? ഒരു എനർജി ലെവലിൽ നിന്ന്, ഒരു റൊട്ടേഷണൽ എനർജി ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആറ്റംസ് ജമ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടുക. നമുക്ക് ഈ മൈക്രോ സ്പെക്ട്രോസ്കോപ്പി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെക്ട്രം കിട്ടണം. സ്പെക്ട്രം കിട്ടണമെങ്കിൽ കണ്ടീഷൻ എന്താണ്, ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് എന്ത് നടക്കുന്നത്, നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് സ്പെക്ട്രം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ആ ട്രാൻസിഷൻ നടക്കാനുള്ള കണ്ടീഷൻ ഉണ്ട്. തോന്നിയ ലെവലിൽ നിന്ന് തോന്നിയ ലെവലിലേക്ക് എന്ത് നടക്കില്ല, ട്രാൻസിഷൻ നടക്കില്ല. ദർ ഓൺലി ഒക്കേഴ്സ് ട്രാൻസിഷൻ ഇൻ വിച്ച് ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഡെൽറ്റ ജെയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആവുന്ന കണ്ടീഷൻസ് മാത്രം. ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ദിസ് ഈസ് ദി സെലക്ഷൻ റൂൾ. ഇതാണ് നമ്മൾ സെലക്ഷൻ റൂൾ. നമ്മൾ മുന്നേ ഹൈഡ്രജനായിട്ട് പറയുമ്പോൾ നമ്മൾ സെലക്ഷൻ റൂൾ പറഞ്ഞില്ലായിരുന്നു. അതായത് തോന്നിയ ലെവലിൽ നിന്ന് തോന്നിയ ലെവലിലേക്ക് നടക്കില്ല, ഹൈഡ്രജനായിട്ട് ഒന്നും ട്രാൻസിഷൻ നടക്കില്ല. അവിടെയും സെലക്ഷൻ റൂൾ ഉണ്ടായിരുന്നു. അവിടെ കോണ്ടന്റ് നമ്പേഴ്സ്, അവിടെ ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ സെലക്ഷൻ റൂൾ പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ റൊട്ടേഷണൽ കോണ്ടന്റ് നമ്പർ ജെ വെച്ചിട്ടാണ് ചെയ്യുന്നത് സെലക്ഷൻ റൂൾ പറയുന്നത്. സോ ജെയുടെ വാല്യൂ, ഡെൽറ്റ ജെയുടെ വാല്യൂ, അതായത് ജെയുടെ ഡിഫറൻസ് എന്തായിരിക്കണം, പ്ലസ് 1 മൈനസ് 1 ആവുന്ന ട്രാൻസിഷൻസ് മാത്രമേ എന്തിൽ നടക്കുള്ളൂ, ഈ റൊട്ടേഷണൽ സ്പെക്ട്രം നമുക്ക് തരുള്ളൂ. ഓക്കെ, സോ നമുക്ക് ആദ്യം ജെ ഈക്വൽ 0 എന്ന് ട്രാൻസിഷൻ നടക്കുക. ജെ ഈക്വൽ 0 എന്ന് ഒറ്റ ട്രാൻസിഷൻ മാത്രമേ നടക്കുള്ളൂ. എവിടെ എടുക്കും, 0 എന്ന് 1 ട്രാൻസിഷൻ മാത്രമേ നടക്കുള്ളൂ. സോ ജെ ഈക്വൽ 0 എന്ന് ഈ ട്രാൻസിഷൻ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, നൗ ഇതിൻ്റെ എനർജി ഡിഫറൻസ് എന്ത് വരും, എനർജി ഡിഫറൻസ് കൊടുക്കാം. ഇതിൻ്റെ എനർജി ഡിഫറൻസ് എന്ത് വരും, ഈ ലെവലിൻ്റെ എനർജി 2b ആണ്. സോ ഡെൽറ്റ എപ്സിലോൺ ഇ ജെ. ഓക്കെ, സോ ട്രാൻസിഷൻ എവിടെ നിന്ന് എവിടേക്കാണ്, ജെ ഈക്വൽ ടു 1 എന്ന് ജെ ഈക്വൽ ടു 1 ജെ ഈക്വൽ ടു 1ഉം ജെ ഈക്വൽ ടു 0 തമ്മിലാണ് ട്രാൻസിഷൻ. സോ ജെ ഈക്വൽ ടു 1ൻ്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ 2b ആണ്. സോ 2b, ജെ ഈക്വൽ ടു 0ൻ്റെ എനർജി 0 ആണ്. സോ എനർജി എന്തായിരിക്കും നമുക്ക് കിട്ടുക, നമുക്ക് 2b കിട്ടും. സോ നമുക്ക് ഇവിടെ ഒരു സ്പെക്ട്രൽ ലൈൻ ഉണ്ട്. അപ്പോൾ ജെ ഈക്വൽ ടു 0നും 1നും തമ്മിലുള്ള ട്രാൻസിഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു സ്പെക്ട്രൽ ലൈൻ ഇവിടെ കിട്ടും. ആ ലൈനിൻ്റെ എനർജി എന്തായിരിക്കും, 2b. ഓക്കെ, നൗ രണ്ടാമത്തെ ട്രാൻസിഷൻ ജെ ഈക്വൽ ടു 0 എന്ന് ഈ ട്രാൻസിഷൻ മാത്രം നടക്കും. 0 എന്ന് എന്ത് ചെയ്യില്ല, ഒരിക്കലും 2ക്ക് പോയില്ല. കാരണം 2ക്ക് പോയി കഴിഞ്ഞാൽ ജെയുടെ വാല്യൂ ഡിഫറൻസ് 2 ആയിട്ട് മാറും. സോ ആ ട്രാൻസിഷൻ നടക്കില്ല. ഇനി ജെ ഈക്വൽ ടു 1 എന്ന് നോക്കാം. ജെ ഈക്വൽ ടു 1 എന്ന് ഏത് ട്രാൻസിഷൻ നടക്കുള്ളൂ, ജെ ഈക്വൽ ടു 1 എന്ന് ഒന്നെങ്കിൽ 0ക്കുള്ള ട്രാൻസിഷൻ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചു. ഇനി 1 എന്ന് എവിടേക്ക് പോകാം, 2ക്ക് പോകാം അല്ലേ. 2ക്ക് പോകാൻ ഈ ട്രാൻസിഷൻ, ജെ ഈക്വൽ 2ക്ക് ഈ ട്രാൻസിഷൻ. സോ ജെ ഈക്വൽ 2ക്ക് ഈ ട്രാൻസിഷൻ വരുമ്പോൾ അതിൻ്റെ എനർജി ഡിഫറൻസ് എന്ത് വരും, ഇതിൻ്റെ എനർജി ഡിഫറൻസ്. സോ ദിസ് ഈസ് ദ ട്രാൻസിഷൻ ഫ്രം 0 to 1. ഇതിപ്പോൾ 0 to 1 എന്നുള്ള ട്രാൻസിഷനാണ്. നൗ 1 to 2ൻ്റെ ട്രാൻസിഷൻ നോക്കാം നമുക്ക്. അതായത് ഡെൽറ്റ ഇ ജെ 1 to 2. 1 to 2 വരുമ്പോൾ എപ്സിലോൺ ജെ 2ൻ്റെയും എപ്സിലോൺ ജെ 1ൻ്റെ എനർജി കൂടി മൈനസ് ചെയ്യുക. സോ 2ൻ്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ 6b ആണ്, 1ൻ്റെ എനർജി 2b ആണ്. സോ 6b മൈനസ് 2b ഈസ് ഈക്വൽ ടു 4b കിട്ടും. സോ ഈ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ഈക്വൽ 2 ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ലൈൻ കിട്ടും. നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു ലൈൻ കിട്ടും. ആ ലൈനിൻ്റെ എനർജി എന്ത് കിട്ടും, നമുക്ക് 4b ആണ്. ഓക്കെ, സിമിലർലി 2 3ക്കുള്ള ട്രാൻസിഷൻ നോക്കാം. 2 എവിടേക്ക് നടക്കാം, 3ക്ക് മാത്രമേ നടക്കുള്ളൂ, അല്ലെങ്കിൽ 1ലേക്ക് നടക്കുള്ളൂ. 2 to 1 നമ്മൾ ഓൾറെഡി നോക്കി. ഇനി 2 to 3 മാത്രമേ നടക്കുള്ളൂ. 2 to 3 നടക്കുമ്പോൾ അതിൻ്റെ എനർജി ഡിഫറൻസ് എന്ത് വരും, എനർജി ഡിഫറൻസ് 12 - 6 വരില്ല. 12 - 6 വരുമ്പോൾ അതിൻ്റെ എനർജി 6 വരും. സോ ഇവിടെ എന്ത് വരും, 6bയിൽ ഒരു ലൈൻ വരും. ഓക്കെ, അപ്പോൾ 2b 4b 6b എന്ന് പറയുന്ന ഓരോ ലെവലിൽ ഓരോ എനർജികൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇതേപോലെ ഒരു റൊട്ടേഷണൽ എനർജി സ്പെക്ട്രം എന്ത് ചെയ്യും, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ഒരു റൊട്ടേഷണൽ എനർജി സ്പെക്ട്രം എന്ത് ചെയ്യും, നമുക്ക് ഈ രീതിയിൽ ഒബ്റ്റെയിൻ ചെയ്യും. ഇതിൽ ഓരോ ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 2b ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2b ആണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 2b ആണ്. ഓക്കെ, സോ ഇൻ ജനറൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇപ്പോൾ ജെ എന്ന് J+1 ട്രാൻസിഷൻ വയ്ക്കുക. അതായത് ജെ എന്ന് പറയുന്ന ലെവലിൽ നിന്ന് J+1 എന്ന് പറയുന്ന ലെവലിലേക്ക് ജനറൽ ആയിട്ട് ട്രാൻസിഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്ത് ചേഞ്ച് ഇൻ എനർജി ഡെൽറ്റ എപ്സിലോൺ ജെ വിൽ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും, 2b ഇൻറ്റു ജെ ഇൻറ്റു J+1. 2b ഇൻറ്റു ജെ ഇല്ല, 2b ഇൻറ്റു J+1, 2b ഇൻറ്റു J+1. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, ജെ എന്ന് J+1ലേക്കുള്ളതിൻ്റെ
എനർജി നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 0 to 1 ആണെങ്കിൽ J+1 1 ആയിരിക്കും, സോ 2B കിട്ടും. പിന്നെ 1 to 2 ആണെങ്കിൽ ജെയുടെ വാല്യൂ 1 ആയിരിക്കും, സോ നമുക്ക് 4B കിട്ടും. നമുക്ക് ഓൾറെഡി നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം. സോ ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് റൊട്ടേഷണൽ എനർജി സ്പെക്ട്രം എന്ന് കിട്ടുക. ഓക്കെ, സോ സ്പെക്ട്രത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഓരോ ലൈനുകൾ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 2B ആയിരിക്കും. ആൻഡ് ഫോർ എ ജനറൽ J എന്ന് J+1ലേക്കുള്ള ട്രാൻസിഷൻ ആണെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2B × J+1 ആയിരിക്കും. ഓക്കെ, സോ ഇത് അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമുക്ക് റൊട്ടേഷൻ സ്പെക്ട്രം നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇത്ര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ SI. സോ ഇതാണ് റിജിഡ് ഡയറ്റമിക് മോളിക്യൂളിൻ്റെ SI വരുന്നത്. സോ എന്താണ് റിജിഡ് ഡയറ്റമിക് മോളിക്യൂൾ എന്ന് പറയുക, അതിൻ്റെ എനർജി കണ്ടുപിടിക്കുക, അത് വേവ് നമ്പറിൽ ഒപ്റ്റെയിൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സ്പെക്ട്രം വരയ്ക്കുക. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള SI ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതുകൊണ്ട് ആക്ച്വലി വേറൊരു ഉപകാരം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ j = എന്തായിരുന്നു, B × J × J+1 ആണ്. ഓക്കെ, സോ ഈ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h/8π² ആണ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അതിൽ നിന്ന് I നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. പിയുടെ വാല്യൂ ഇപ്പോൾ നമുക്ക് സപ്പോസ് പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, I കണ്ടുപിടിക്കാം. I എന്ന് പറഞ്ഞത് എന്താണ്, ആക്ച്വലി μr² ആണ്. സോ നമുക്ക് അറ്റോമിക് നമ്പറും അതേപോലെ തന്നെ ബിയും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് R കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, R കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഡിയസ് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഈസി മെത്തേഡാണ് ആക്ച്വലി എന്ത്, മൈക്രോ സ്പെക്ട്രോസ്കോപ്പി വെച്ച് നമുക്ക് ഈസിലി റേഡിയസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ബിയും രണ്ട് എന്താ പറയുക മാസം നമുക്ക് എന്ത് കണ്ടുപിടിക്കാനും R കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ പ്രോബ്ലം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത്രയാണ് എന്ത് വരുന്നത്, റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, സ്പെക്ട്രം കിട്ടുക. ഈ സ്പെക്ട്രൽ ലൈൻസ് ഒക്കെ ഈ രീതിയിലാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, നൗ ഇൻറ്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസ്, അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഇൻറ്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് J ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് നടക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അതായത് 1 നിന്ന് 2 നടക്കുമ്പോഴാണോ, 2 നിന്ന് 3 നടക്കുമ്പോഴാണോ, 3 നിന്ന് 4 നടക്കുമ്പോഴാണോ, ഏത് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ള നമുക്ക് സ്പെക്ട്രൽ ലൈന് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഡിപ്പെൻസ് ഓൺ the population depends on the number of molecules present in the level. Intensity depends on number of molecules present in the level. ഓക്കെ, അതായത് ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്കുള്ള ട്രാൻസിഷൻ ആണ് നടക്കുന്നതെങ്കിൽ ആ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന സ്പെക്ട്രത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക, ആ ലെവലിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ആ ലെവലിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുക, അതിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് സോ NJ ഈസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പോപ്പുലേഷൻ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഒരു പെർട്ടിക്കുലർ J ലെവലിൽ നിന്നുള്ള ട്രാൻസിഷനിൽ ഇൻറ്റൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക, ആ ലെവലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനാണ് എന്ത് ചെയ്യുക, അത് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോ സാധാരണ നമ്മൾ പോപ്പുലേഷൻ എഴുതാറ് NJ is equal to exponential minus E/kBT. ഓക്കെ, സാധാരണ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, നമ്മൾ പോപ്പുലേഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ്. പക്ഷേ നമ്മൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ റൊട്ടേഷണൽ എനർജി ലെവലിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെവലും 2J+1 ഡീജനറേറ്റ് ആണ്. അതായത് 2J+1 നമ്പർ ഓഫ് ലെവൽസിന് എന്തായിരിക്കും, സെയിം എനർജി ഉണ്ടായിരിക്കും. ഓക്കെ, 2J+1 നമ്പർ ഓഫ്, അതായത് J എന്ന് പറയുന്ന ഒരു ലെവൽ എടുക്കുകയാണെങ്കിൽ 2J+1 ലെവൽസിന് എന്തായിരിക്കും, സെയിം എനർജി ആയിരിക്കും. സോ ദാറ്റ് ഈസ് 2J+1 ഡീജനറേറ്റ് ആയിരിക്കും. നിങ്ങൾ എത്ര എന്ന് വേണമെന്നില്ല, ആക്ച്വലി NJ is equal to A into 2J+1 exponential minus EJ/kBT. ഈ രീതിയിലാണ് പോപ്പുലേഷൻ ഉണ്ടാവുമെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ, നൗ EJക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. EJയുടെ വാല്യൂ എന്ത് ചെയ്യാണ്, നമുക്ക് അറിയുന്ന വാല്യൂ ആണല്ലോ. സോ EJയുടെ വാല്യൂ A is equal to 2J+1 എക്സ്പോണൻഷ്യൽ, ഇത് വേവ് നമ്പർ അല്ല, നമ്മൾ സാധാരണ ഇതാണ്. സോ ഇറ്റ് ഈസ് h² / 8π²i. നമ്മൾ മുന്നേ കണ്ടുപിടിച്ചത് 8π²i ഇൻറ്റു
j into j plus 1. J into j plus 1. Okay. Now നമുക്ക് എന്ത് ചെയ്യാം, square divided by 8 pi square IC. So divided by kbt ഉണ്ടല്ലേ, divided by ഓക്കെ. സോ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇ ജെ ബൈ കെ ബി ടി ആണ്. സോ ഇ ജെക്ക് നമ്മളൊന്ന് കൊടുത്തു, നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് ബി ഇൻറ്റു ജെ പ്ലസ് 1 ആണ്. now ഈ ബി ഡിവൈഡർ ബൈ കെ ബി ടിക്ക് നമ്മൾ പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കി, ഡി എന്ന് പറയുന്ന ഒരു പുതിയ വേരിയബിൾ ഉണ്ടാക്കി. സോ മൈനസ് ഡി ഇൻറ്റു ജെ പ്ലസ് 1 ആക്കി. ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാത്രമാണ്. ഓക്കെ. സോ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഒരു ലെവലിൽ നിന്നുള്ള ട്രാൻസിഷൻ, അതിൽ വരുന്ന സ്പെക്ട്രത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ജെ ഇസ് ഈക്വൽ ടു എന്താണ്, ഈ ഇക്വേഷനാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ. നൗ ഏത് ജെ ലെവലിൽ നിന്ന് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പുട്ട് ഡി എൻ ജെ ബൈ ഡി ജെ ഇസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. അതായത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ജെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് 0 ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഒരു ജെയുടെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യും. ആ ജെ വാല്യൂ നിന്ന് നടക്കുന്ന ട്രാൻസിഷൻ ആയിരിക്കും എന്തുണ്ടാവുക, ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവുക. ഓക്കെ. ആ ജെ വാല്യൂയിൽ നിൽക്കുന്ന ട്രാൻസിഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവുക. സോ ഡി എൻ ജെ ബൈ ഡി ജെ ഇസ് ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു ജെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ. സോ ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സോ ഡി എൻ ജെ ബൈ ഡി ജെ ഇസ് ഈക്വൽ ടു, ഇതിൽ എ കോൺസ്റ്റൻ്റ് ആണ്. നൗ ഇത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. സോ ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. സോ എക്സ്പോണൻഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ തന്നെ കിട്ടും. എക്സ്പോണൻഷ്യൽ മൈനസ് ഡി ജെ ഇൻറ്റു ജെ പ്ലസ് 1. ഓക്കെ. മൈനസ് ഡി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഉള്ളിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മൈനസ് ഡി കോൺസ്റ്റൻ്റ് ആണ്. നൗ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജെ സ്ക്വയർ പ്ലസ് ജെ ആണ്. സോ 2j പ്ലസ് 1 വരും അല്ലേ. സോ 2j പ്ലസ് 1. ഓക്കെ. ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ 2j പ്ലസ് 1. കാരണം ജെനുള്ളിൽ എടുത്ത് ജെ സ്ക്വയർ ആവും, ജെ ആവും. ജെ സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2j, ജെനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് നൗ എ കോൺസ്റ്റൻ്റ് ആണ്. നൗ സെക്കൻഡ് ടേം പറയുമ്പോൾ എക്സ്പോണൻഷ്യൽ മൈനസ് ഡി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2j. ഇവിടെ 2jയിൽ മാത്രമേ ജെ ഉള്ളൂ. സോ ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 കിട്ടും. ഓക്കെ. ഒന്ന് വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ ഈക്വൽ ടു 0. ഡി എൻ ജെ ബൈ ഡി 0 ആണല്ലോ. സോ ഡി എൻ ജെ ബൈ ഡി ജെ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 2j പ്ലസ് 1 എക്സ്പോണൻഷ്യൽ മൈനസ് ഡി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു മൈനസ് ഡി 2j പ്ലസ് 1 പ്ലസ് 2a എക്സ്പോണൻഷ്യൽ മൈനസ് ഡി ഇൻറ്റു ജെ പ്ലസ് 1. ഓക്കെ. നൗ ഈക്വൽ ടു 0 ആണല്ലോ. ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേമിനെ അപ്പുറത്തേക്ക് എടുക്കാം. ഇത് നെഗറ്റീവ് ടേം അല്ലേ, ഈ ടേമിനെ അപ്പുറത്തേക്ക് എടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, 2a എക്സ്പോണൻഷ്യൽ മൈനസ് ഡി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എ ഇൻറ്റു ഡി ഇൻറ്റു 2j പ്ലസ് 1 രണ്ടെണ്ണം ഉണ്ട് അല്ലേ, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഇപ്പോൾ 2j പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് ഡി ഇൻറ്റു ജെ പ്ലസ് 1. നൗ എക്സ്പോണൻഷ്യൽ ടേമും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എയും ക്യാൻസൽ ചെയ്ത് കളയാം. സോ ബാക്കി എന്ത് വരുന്നുള്ളൂ, 2j പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇവിടെ 2j പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഉണ്ട്, ഡി ഉണ്ട് അല്ലേ, ഡി. ഇവിടെ എന്താ ബാക്കിയുള്ളൂ, അവിടെ 2 മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി. സോ 2j പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും, 2/d കിട്ടും. ഓർ 2j പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
2/d കിട്ടും നമുക്ക്. ഓർ 2j അവിടെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജെയുടെ വിലയിൽ കിട്ടുന്നുണ്ട്. 2j അവിടെ നിർത്തിക്കഴിഞ്ഞാൽ √2/d - 1 വരും. ഓർ j is equal to എന്ത് വരും? 1/2 √2/d - 1 -1 അല്ല, അപ്പോൾ ഇതിനോട് കൊടുക്കുമ്പോൾ -1/2 വരും. ഓക്കെ, നൗ ഈ 1/2നെ റൂട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും അല്ലേ? 2-നുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ 4 ആയിട്ട് മാറും. ഈ 4ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്ത് പോകും. Therefore j is equal to √1/2d - 1/2 അല്ലേ? ഈ 2നെ ഇപ്പുറത്ത് കൊടുത്തു, സോ 1/2 ആവും. സോ ഇതിനും 1/2 കൊടുക്കണം, ഇതിനും 1/2 കൊടുക്കണം. അതാണ് രണ്ടിനും 1/2 കൊടുത്തത്. ഈ 2നെ റൂട്ടിൻ്റെ ഉള്ളിൽ കൊടുത്തു, സോ 4 ആവും. 4ഉം 2ഉം ക്യാൻസൽ പോയി കഴിഞ്ഞാൽ 2 ആവും. ഓക്കെ, സോ ഇതാണ് d കിട്ടുക, അല്ല j കിട്ടുക. ഓക്കെ, ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? j is equal to k into t divided by 2hc into b അത് റൂട്ടിൽ -1/2. നമുക്ക് ഇതാണ് എന്ത് കിട്ടുക? ജെയുടെ വാല്യൂ കിട്ടുക. നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജെ ലെവലിൽ നടക്കുന്ന ട്രാൻസിഷനാണ് എന്തുണ്ടാവുക? ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദി ജെ ലെവൽ. ജെ ലെവലിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നതിനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കി. അതിനാണ് നമുക്ക് കിട്ടിയത് ഈക്വേഷൻ കിട്ടിയത്. നൗ നമുക്ക് എന്ത് ചെയ്യാണ്? ടോട്ടൽ നമ്പർ ഈക്വേഷൻ കിട്ടിയത്. നൗ ഇൻറ്റൻസിറ്റി മാക്സിമം ആവാനുള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജെനെ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു ജെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് 0 ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സോ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലാസ്റ്റ് j is equal to 1/√2d - 1/2t. വേറെ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d എന്തായിരുന്നു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? d - b/kbt ആണ്. d is equal to -b/kbt. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. ആക്ച്വലി ഇത് കൊടുക്കണമെന്നില്ല, b/kbt കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജെയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ആ ജെ ലെവലിൽ നടക്കുന്ന ട്രാൻസിഷൻ ആയിരിക്കും എന്തുണ്ടാവുക? വിൽ ഹാവ് മാക്സിമം ഇൻറ്റൻസിറ്റി. ഓക്കെ, അതിനായിരിക്കും എന്തുണ്ടാവുക? മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാവുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ മൈക്രോ സ്പെക്ട്രോസ്കോപ്പി. ഇതോട് കൂടിയിട്ട് ആ ചാപ്റ്റർ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങളെ ബുക്കിൽ നിങ്ങൾ കാർബൺ മോണോക്സൈഡ് CO-ൻ്റെ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ബിയുടെ വാല്യൂം അതേപോലെ തന്നെ നമുക്ക് 2 മാസം തന്നിട്ടുണ്ടെങ്കിൽ, അതായത് കാർബണിൻ്റെ മാസും ഓക്സിജൻ്റെ മാസം നമുക്ക് തന്നിട്ടുണ്ട് വിചാരിക്കുക. അതേപോലെ തന്നെ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ ട്രാൻസിഷൻ നടന്നു വിചാരിക്കുക. അപ്പോൾ 1 to 2 ട്രാൻസിഷൻ നടന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 to 2 ട്രാൻസിഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി എന്തായിരിക്കും? 2b ആയിരിക്കും. വാല്യൂ തന്നിട്ടുണ്ട് വിചാരിക്കാം. സോ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് അതിൽ നിന്ന് ഐ കണ്ടുപിടിക്കാൻ പറ്റും. ബിയുടെ വാല്യൂ കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് ഐ കണ്ടുപിടിക്കാൻ പറ്റും. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μr² ആണ്. മ്യൂ കിട്ടണമെങ്കിൽ മതി നമുക്ക് കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസ് കിട്ടിയാൽ മ്യൂ കണ്ടുപിടിക്കാം. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? R കണ്ടുപിടിക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, കാർബൺ മോണോക്സൈഡിൻ്റെ എക്സാമ്പിൾ. ജസ്റ്റ് ഒന്നുമില്ല, ഇതേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ആദ്യം ബി തന്നിട്ടുണ്ട്, ബിന്ന് ഐ കണ്ടുപിടിച്ചു, ഐന്ന് മ്യൂ കണ്ടുപിടിച്ചു, ഐന്ന് R കണ്ടുപിടിച്ചു. അത് നമ്മളെ എക്സ്പീരിയൻസ് റിസൾട്ടായിട്ട് കറക്റ്റ് ആണെന്നുള്ള ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇതേ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ട്രാൻസിഷൻ നടന്നു, അപ്പോൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ പ്രോബ്ലംസും ഇതിൽ എന്ത് ചെയ്യണം? എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, സോ കുഞ്ഞു ചാപ്റ്ററാണ് മൈക്രോ സ്പെക്ട്രോസ്കോപ്പി. പഠിക്കുക കേട്ടോ നന്നായിട്ട്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.